ഹലോ, ജംബോ പ്ലംബിംഗ് ആൻഡ് വയറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ കൺസീൽഡ് ഫ്ലഷ് ടാങ്കിൻ്റെ ഇന്നർ പാർട്ടുകളെ കുറിച്ചിട്ടുള്ള ഒരു വിശദമായ ഒരു വിശദീകരണമാണ്. അപ്പോൾ ആ കൺസീൽഡ് ടാങ്ക് നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നു ഡാമേജ് ആയിട്ട്. അപ്പോൾ അത് എന്താണ് അതിൻ്റെ കാരണമെന്നും എങ്ങനെയാണത് സംഭവിച്ചതെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ താമസിയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മളൊരു കൺസീൽഡ് ടാങ്കിൻ്റെ ഉള്ളിൽ വരുന്ന പാർട്ടുകൾ. സൈഫൺ എന്ന് പറഞ്ഞ് നമുക്ക് ലിഫ്റ്റിങ് വെള്ളം ക്ലോസറ്റിലോട്ട് പമ്പ് ചെയ്യുന്ന ഒരു സാധനം, ഫ്ലഷ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സൈഫൺ. ഈ സൈഫണ് കാര്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് വാഷറുകളാണ്. ഒന്ന് നമ്മളെ ടാങ്കിൻ്റെ അടിയിൽ വരുന്ന ഈ സൈഫൺ സ്റ്റോപ്പ് ആവുന്ന ഒരു വാഷർ, ഓറിങ് വാഷർ. പിന്നെ രണ്ടാമത്തത് ഈ വെള്ളത്തിനെ ബ്ലോക്ക് ചെയ്യുന്ന ഈ ഒരു ഫ്ലാറ്റ് വാഷറും. ഈ രണ്ട് വാഷറുകളാണ് ഇതിൽ നമുക്ക് കംപ്ലൈൻറ്റ് എന്ന് പറയാൻ, ഡാമേജ് ആയാലൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന, മാറ്റാൻ പറ്റുന്നതും ഈ രണ്ട് സാധനങ്ങളാണ്. അപ്പോൾ ഇത് മൊത്തമായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ചിലവർ ഫ്ലഷ് ടാങ്ക് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എല്ലാ സാധനങ്ങളും ഒരു പ്രമുഖ ബ്രാൻഡഡ് കമ്പനി ആണെങ്കിൽ എല്ലാ സാധനങ്ങളും നമുക്ക് റീപ്ലേസ് ചെയ്യാം, സാധനങ്ങളെല്ലാം മാറി കിട്ടും. പക്ഷേ ടെക്നീഷ്യൻ്റെ അടുത്ത് ഫിറ്റിങ്സുകൾ ഉണ്ടാവുള്ളൂ, നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജാഗ്വർ, അതുമാതിരി ഗ്രോഹെ, കെറോവൈറ്റ് അങ്ങനെയുള്ള കമ്പനികളൊക്കെ തന്നെ ടെക്നീഷ്യന്മാരെ വെച്ചിട്ടുണ്ടാവും. കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്താൽ നമുക്ക് സാധനങ്ങളെല്ലാം അവൈലബിളായി കിട്ടും. പിന്നെ ഈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളെ വെള്ളത്തിൻ്റെ ഒരു നിറവ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് വരുന്ന വെള്ളം അത്രയും ഒരു മോശപ്പെട്ട വെള്ളം ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ഇത് വരുന്നത് വർഷങ്ങൾക്ക് ശേഷം. ഇത് ഏകദേശം ഒരു 8 വർഷം ആയ ഒരു സാധനമാണ്. അപ്പോൾ ഇത് മാറ്റാനുള്ള കാരണം നമ്മൾ പറഞ്ഞുതരാം. പിന്നെ ഇതിൻ്റെ ഫ്ലോട്ട്, ഇതാണ് ഇതിൻ്റെ ഫ്ലോട്ട് വരുന്നത്. കാര്യമായിട്ട് ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇതൊക്കെ. ഈ ഫ്ലോട്ട്, ഈ സൈഫണ്, ഇത്രയും സാധനങ്ങളാണ് ഉള്ളിൽ വരുന്ന പാർട്ടുകൾ. പിന്നെ അതിനോട് അറ്റാച്ച് ചെയ്ത് വരുന്ന ഈ കൺട്രോൾ പ്ലേറ്റിൻ്റെ ഈ കൺട്രോളർ മാത്രമാണ് ഈ വരുന്നത്. പിന്നെ നമ്മളെ കൺട്രോൾ പ്ലേറ്റിൻ്റെ ഫ്രെയിം, പിന്നെ പ്ലേറ്റ്. ഇത് മിക്കവാറും സ്ഥലങ്ങളിൽ ഇതിന് ഡാമേജ് വരലുണ്ട്. അതായത് നമ്മൾ കറക്റ്റ് കൊടുക്കാതെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഈ സൈഡിലൊക്കെ പൊട്ടിയിട്ട് നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ, അതേമാതിരി ഇത് പുഷ് ചെയ്ത് വലിക്കുമ്പോഴൊക്കെ, ഇപ്പോൾ ഇത് പുഷ് ചെയ്യുക പറഞ്ഞാൽ ഇതിങ്ങനെ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് ഈ ഭാഗത്ത് ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കറക്റ്റ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്താൽ ഇതിൽ ലോക്കായിട്ട് ഇങ്ങനെ ഉണ്ടാവും. ജസ്റ്റ് അതേമാതിരി തന്നെ പുഷ് ചെയ്തിട്ട് ഇങ്ങോട്ട് റിമൂവ് ചെയ്ത് എടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് നമ്മൾ ഈ വാൽവ്, ഇൻലെറ്റ് വാൽവാണിത്. ഈ വാൽവിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ടാങ്കിൽ ലോക്ക്ഡ് ആയിരിക്കും. അപ്പോൾ ഈ ടാങ്കിൽ ലോക്ക്ഡ് ആണെങ്കിൽ ഇത് ഒരിക്കലും നമുക്കിത് ഉള്ളിൽ നിന്ന് അഴിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ ഉള്ളിൽ ഇതുവരെ ഒരു ഡസ്റ്റ് കയറിപ്പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ബ്ലോക്കായിരുന്നു. അപ്പോൾ ആ ഡസ്റ്റ് കയറിയിട്ട് എന്താണ് ഇതിൻ്റെ ഉള്ളിലെ ഇതൊന്നും കൂടി നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ടാങ്ക് മാറ്റിയിട്ടുണ്ട്. ടാങ്ക് ബൾജായിരുന്നു. കാരണം നമ്മൾ കൃത്യമായ കോർഡിനേഷൻ ഇല്ലാത്തതുകൊണ്ട് സിവിൽ കോൺട്രാക്ടർ സൈഡിൽ കൂടി ചെറിയ ബേബി മെറ്റലിട്ടിട്ട് കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളെ ടാങ്ക് ബൾജായിപ്പോയി. ആ ബൾജായി പോയപ്പോൾ ഈ സൈഫണും കാര്യങ്ങളൊക്കെ അതിനൊക്കെ അലൈൻമെൻറ്റ് വ്യത്യാസം വന്നതുകൊണ്ട് കുറച്ച് റൺ ചെയ്ത് പിന്നീട് അത് ബ്ലോക്ക് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡസ്റ്റ് കരട് വന്ന് അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫിൽറ്റർ വെക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇത്തരം കരടുകളൊക്കെ അടഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഈ സാധനം ഒരിക്കലും കൺസീൽഡ് ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഊരിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് മാക്സിമം കരട് കയറാത്ത രീതിയിൽ ഒരു ഫിൽറ്റർ, ലൈൻ ഫിൽറ്റർ, അതും നല്ല ക്വാളിറ്റി ഉള്ള ലൈൻ ഫിൽറ്റർ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കരട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം എന്താണ് കയറിപ്പോയതെന്ന്. തുണി എന്തോ ആണ്
ഈ ഒരു സാധനം ഒരിക്കലും നമുക്ക് എടുക്കാൻ കഴിയില്ല ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. ഇത് പൈപ്പിൻ്റെ വേസ്റ്റാണ്. നമ്മൾ വർക്ക് ചെയ്ത അന്നത്തെ സമയത്തുള്ള പൈപ്പിൻ്റെ വേസ്റ്റാണിത്. അപ്പോൾ ഇത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇൻലെറ്റിലേക്ക് നമ്മൾ പ്രഷർ പമ്പിൻ്റെ ഹോസ് കൊടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് ഏതെങ്കിലും ഒരു പാർട്ട് ആംഗിൾ കോക്ക ഏതെങ്കിലും തുറന്നിട്ട് ഇൻലെറ്റിൽ നിന്ന് നേരെ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് പുറത്തേക്ക് ചാടുള്ളൂ, റിമൂവായി പോവുള്ളൂ. അല്ലാതെ ഇത് ഒരു കാരണവശാലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. ഈ ബ്ലോക്ക് മാറ്റാനും കഴിയില്ല. കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പിടിച്ച് നിൽക്കുകയായിരിക്കും. ഈ സാധനം നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയില്ല. ഫ്രണ്ടിലൊന്നും ഇത് എവിടെയും റിമൂവ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഇതിനൊരൊറ്റ നോബേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഔട്ട്ലെറ്റാണ്. ഇതൊരു ആംഗിൾ കോക്ക് മോഡൽ തന്നെയാണ്. അപ്പോൾ ഇതിന് പ്രഷർ പമ്പ് വെച്ചിട്ട് പുറത്തേക്ക് ഈ കരടിനെ തള്ളി വിടുക എന്നുള്ളതാണ് ഒരൊറ്റ ലക്ഷ്യം. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം സാധനങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോഴൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ സിവിൽ വർക്കുകൾ എടുക്കുമ്പോൾ കറക്റ്റ് ഒരു പ്ലംബറെ, ഒരു കോർഡിനേഷൻ പ്ലംബർ അതിൻ്റെ അടുത്തുണ്ടായിരിക്കണം. ലെഡ്ജ് വാള് കെട്ടിയിട്ട് അതിൻ്റെ ഒരു ഫിനിഷിങ് ലെവൽ വരെ. ഒരിക്കലും ടാങ്കിന് ഡാമേജ് വരുന്ന രീതിയിലുള്ള ഒരു സാധനങ്ങളും ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യരുത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടാങ്കിൻ്റെ അലൈൻമെൻറ്റ് അതിൻ്റെ ഇതിനൊക്കെ ബാധിക്കും. അതെന്ന് വെച്ചാൽ ടാങ്കിൻ്റെ ആ ഷേപ്പ് മാറിപ്പോവും. അപ്പോൾ ഉള്ളിലുള്ള ഈ സൈഫണ് അതുപോലെ ഈ ഫ്ലോട്ട് ഇതിൻ്റെയൊക്കെ അലൈൻമെൻറ്റ് മാറും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ടാങ്കിന് ഡാമേജ് സ്ഥിരമായിട്ട് നമ്മളെ ടെക്നീഷ്യൻ വന്നു കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം വരുമായിരിക്കും. അത് കഴിഞ്ഞാൽ അവർ പറയും ടാങ്ക് റീപ്ലേസ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ കാര്യമായിട്ട് നമ്മൾ പറഞ്ഞ കംപ്ലൈൻറ്റ് ഇതായിരുന്നു, ഈ ഒരു സാധനത്തിൻ്റെ ബ്ലോക്ക്. അപ്പോൾ ഇതിലേക്ക് ഒരിക്കലും ബ്ലോക്ക് വരാതിരിക്കണേ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലൈൻ ഫിൽറ്റർ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലൈൻ ഫിൽറ്റർ ഫിക്സ് ചെയ്യുക. പിന്നെ അഥവാ ഇങ്ങനെ വന്ന് ആർക്കെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട പരിപാടി, നമ്മളെ ഉള്ളിലുള്ള ഈ നൈലോൺ ട്യൂബ്, ഈ ട്യൂബ് റിമൂവ് ചെയ്യുക. ഇതിലേക്ക് പ്രഷർ പമ്പിൻ്റെ ഹോസ് കണക്ട് ചെയ്യുക. പുറത്തുനിന്ന് പ്രഷർ അപ്ലൈ ചെയ്യുക. ഒരു 2-3 ബാർ പ്രഷർ അപ്ലൈ ചെയ്യുക. ഏതെങ്കിലും ഒരു ആംഗിൾ കോക്കോ ടേപ്പോ ഒരൊറ്റ തുറക്കൽ. അതോടുകൂടി ഇതിത്തെ വേസ്റ്റ് പുറത്ത് ചാടും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം തുറന്നിട്ടാൽ മതി. അപ്പോൾ കൺസീൽഡ് ടാങ്കിൻ്റെ ഉള്ളിലെ പാർട്ടുകളാണ്. പക്ഷെ കാര്യമായിട്ട് നമുക്ക് ഈ ഒരു ഡാമേജ് എങ്ങനെയാണ് സംഭവിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്ക് കുടുങ്ങിയാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മളൊരു ടാങ്ക് സിവിൽ വർക്കിൽ പറ്റിയൊരു ഫാൾട്ടിൻ്റെ ഫലമായിട്ടാണ് ഈ ടാങ്ക് നമുക്ക് ഒഴിവാക്കേണ്ടി വന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം പ്ലംബർമാർ ലെഡ്ജ് വാള് കൺസീൽഡ് ചെയ്ത് ലെഡ്ജ് വാള് കെട്ടി തേക്കുന്നത് വരെ നമ്മൾ സിവിൽ കോൺട്രാക്ടർക്ക് മാക്സിമം നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ അപാകതയിൽ ഇത് ഇങ്ങനത്തെ കംപ്ലൈൻറ്റുകളൊക്കെ സംഭവിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് വരും. അതേമാതിരി ടാങ്ക് വർക്ക് ചെയ്യാതെ വരും. അതിനൊക്കെ പ്ലംബർ ഉത്തരവാദിയായിരിക്കും. അപ്പോൾ ഇത് നിങ്ങളെ ശ്രദ്ധയിലേക്ക് വേണ്ടി ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.